എല്ലാവർക്കും നമസ്കാരം. മെയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വാശിയേറിയ പോരാട്ടത്തിൽ ചിന്നസ്വാമിയുടെ തോൽവിക്ക് പകരം വീട്ടി ബാംഗ്ലൂർ. ഹൈദരാബാദിനെ 35 റൺസിന് വിരാട് കോഹ്ലിയുടെയും ഫഫ് ഡു പ്ലസിയുടെയും സംഘം പരാജയപ്പെടുത്തിയതോടുകൂടി പുതിയ പോയിന്റ് ടേബിളിലെ പൊസിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 10 അവസാന സ്ഥാനം വരെ കാര്യമായ മാറ്റങ്ങൾ ഇന്നലത്തെ മത്സരത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ, രണ്ടാമത് KKR, മൂന്നാമത് SRH, നാലാമത് LSG. അതിൽ ടോപ്പിൽ രാജസ്ഥാന് മാത്രമാണ് 8 മത്സരം 14 പോയിന്റ്. 2, 3, 4 സ്ഥാനത്തുള്ള KKR, SRH, LSG ടീമുകൾക്ക് 10 പോയിന്റാണുള്ളത്. അതിൽ KKR ഒരു മത്സരം കുറച്ച് കളിച്ചിട്ടുള്ള 7 മത്സരങ്ങളിൽ നിന്നാണ് അവർക്ക് 10 പോയിന്റ്. ഇനി 5, 6, 7 സ്ഥാനങ്ങൾ CSK, ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളാണ്. CSKക്ക് 8 മത്സരങ്ങളിൽ 8 പോയിന്റ് ഉള്ളപ്പോൾ ഡൽഹിക്കും ഗുജറാത്തിനും 9 മത്സരം കളിച്ചപ്പോഴാണ് 8 പോയിന്റ് നേടാൻ സാധിച്ചത്. ഇനി പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനങ്ങളിലേക്ക് വരുവാണെങ്കിൽ 8ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് തുടരുന്നുണ്ട്, 8 മത്സരം 6 പോയിന്റ്. 9ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് 8 മത്സരം 4 പോയിന്റ്. അവസാന സ്ഥാനത്ത് RCB തുടരുകയാണ് 9 മത്സരം 4 പോയിന്റ്. ഇന്നലെ വിജയിച്ചെങ്കിൽ പോലും നെറ്റ് റൺ റേറ്റിൽ വലിയ കുറവുണ്ടായതിനാൽ തന്നെ പോയിന്റ് ടേബിളിൻ്റെ ഒടുവിൽ തന്നെയാണ് അവർക്ക് തുടരാൻ സാധിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ പുനരുജ്ജീവിപ്പിക്കാൻ RCB സംബന്ധിച്ച് ഇനിയുള്ള 5 മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ്. ഒപ്പം നെറ്റ് റൺ റേറ്റ് ഉയർത്തുകയും ആയിരിക്കും ഫഫ് ഡു പ്ലസിയുടെ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്നൊരു വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. IPL ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന ടോട്ടലൊക്കെ കുറിച്ച് RCB എന്ന് പഞ്ചിക്കിട്ട് പോയ ഹൈദരാബാദിന് അവരുടെ തട്ടകത്തിൽ വന്ന് വളരെ മാന്യമായി തന്നെ തകർത്ത് വിട്ടിരിക്കുകയായിരുന്നു ഫഫ് ഡു പ്ലസിയുടെ സംഘം. സോ ആ ഒരു പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള മത്സരങ്ങളിലും വിജയിച്ച് കയറി പ്ലേ ഓഫ് പ്രതീക്ഷയിലേക്ക് RCB എത്തട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.